സംസാരിച്ചു പോയിട്ടുള്ള ആളുകളൊക്കെ ഒരുമാതിരി ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളാണ് പറഞ്ഞത്. കേരളീയ പൊതുസമൂഹം ഇന്ന് എവിടെ നിന്നിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നുള്ളത് മാത്രം വളരെ ചെറുതായി പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലും ഇന്ത്യയിലുമാകെ നടത്തിയിട്ടുള്ള ചെറിയ പഠനങ്ങളെ ഉദാഹരണമായി എടുത്ത് നമ്മൾ ഈ രംഗത്തെ സമീപിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അനിൽ സാറ് ഫിസിക്കൽ ലിറ്ററസിയെക്കുറിച്ച് വളരെ ചെറുതായിട്ട് പറഞ്ഞു. എന്താണ് ഫിസിക്കൽ ലിറ്ററസി എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ സ്വാഭാവികമായും ശരീരത്തിൻ്റെ ചലനങ്ങളും സ്വയമേവ സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് സഹായിച്ച് മനുഷ്യനെ അവൻ്റെ ചലന പ്രവർത്തനങ്ങളിൽ ശേഷിയുള്ളവനാക്കി മാറ്റുക എന്നുള്ളതാണ് ഫിസിക്കൽ ലിറ്ററസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്ഷരം എന്നുള്ളതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചലനങ്ങളെ പൂർണ്ണമായ അളവിലും തോതിലും സ്വായത്തമാക്കാനുള്ള കഴിവാർജിക്കുക. ദുഃഖകരമായ വസ്തുത, ഇന്ത്യയിലെ 25% വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഫിസിക്കൽ ലിറ്ററസി എന്നുള്ളത് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. ഏകദേശം ഇന്ത്യയിലെ 24 ലക്ഷം വരുന്ന കുട്ടികളിൽ 7 വയസ്സ് ആണെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 7 വയസ്സിനുള്ളിൽ ആണ് ഈ ഫിസിക്കൽ ലിറ്ററസി അറ്റൈൻ ചെയ്ത് പോകുന്നത്. അതിൽ 24% വരുന്ന അല്ലെങ്കിൽ 21% വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഫിസിക്കൽ ലിറ്ററസി അറ്റൈൻ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഫിസിക്കൽ വെൽബീങ്ങിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും സ്പോർട്സിനെ കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ കാതലായ വസ്തുത. ഇതെങ്ങനെയാണ് കൈവരിക്കേണ്ടത്? ഇത് കൈവരിക്കാൻ നമ്മുടെ രാജ്യം എന്ത് സഹായമാണ് ഈ കുട്ടികൾക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് കുട്ടികൾ നോർമൽ അവൻ്റെ ഏറ്റവും ശൈശവകാലത്ത് ഒരുപക്ഷെ ഇമ്മ്യൂണൈസേഷൻ പോലെ ലഭ്യമാവേണ്ട, അവനെ ആർജിച്ചെടുക്കേണ്ട ശേഷിയെ അവന് കിട്ടാൻ പാകത്തിനുള്ള സഹായം ചെയ്തു കൊടുക്കാത്ത ഒരു രാജ്യത്ത് നമുക്ക് എന്തവകാശമാണ് ഹെൽത്തിനെ കുറിച്ചും സ്പോർട്സിനെ കുറിച്ചുമൊക്കെ വിശാലമായ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും വരെയാണ്. ഇതാണ് പ്രാഥമികമായ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, ഇന്ത്യയിലാകമാനം നടന്നിട്ടുണ്ട്, ലോകത്താകമാനം വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ലോകത്തിൽ ആകെ നടക്കുന്ന 52% വരുന്ന മരണ നിരക്കിൻ്റെ 52% ഈ കൊറോണറി ഹാർട്ട് ഡിസീസസ്, പ്രമേഹം കൊണ്ടുണ്ടാകുന്ന ബ്ലഡ് പ്രഷർ സാറ് വളരെ വിശദമായി ഇവിടെ സൂചിപ്പിച്ചു. അതൊക്കെ കൊണ്ടുവരുന്ന ആ അസുഖങ്ങൾ കൊണ്ടുവരുന്ന മരണമാണ് നമ്മുടെ നാട്ടിൽ വളരെ വലുതായി നടന്നു വരുന്നത്. അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന നഷ്ടം ഏകദേശം ലോകത്തിൻ്റെ ശരാശരി കണക്ക് 2010 എടുക്കുമ്പോൾ 237 ബില്യനാണ് പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന നഷ്ടം, ഉൽപാദനക്ഷമതയിൽ ഉണ്ടാകുന്ന നഷ്ടം, ശേഷി നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തലമുറയിലാകെ ബാധിക്കുന്ന വിധത്തിൽ, വളരെ ചെറുതിൽ നിന്ന് വളരെ വലുതിലേക്ക് വരുന്ന നമ്മുടെ ഒരു തലമുറയെ മുഴുവൻ ബാധിക്കുന്ന വിധത്തിൽ ഈ ഫിസിക്കൽ ലിറ്ററസിയും ഹെൽത്തും ഫിസിക്കൽ വെൽബീയിങ്ങും ഒന്നും വേണ്ട വിധത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെക്കുറിച്ചൊന്നും അത്ര നമ്മൾ ബോധേഡായിരുന്നില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ബോധേഡാവുന്നതിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് 2011 WHO ഇതിനകത്ത് ലോകത്തിലുണ്ടാവാൻ പോകുന്ന 10 പ്രമേഹ രോഗികളിൽ ഒരാൾ ഇന്ത്യക്കാരനാവും എന്നുള്ള സ്ഥിതിയിലെത്തുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. ഹെൽത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച്, ഹെൽത്ത് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒക്കെ, ഫിസിക്കൽ ലിറ്ററസി എന്ന് പറയുന്ന പുതിയ ടേമിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ്. 2008 കേരളത്തിലെ വളരെ വിഖ്യാതമായ സമ്പൂർണ്ണ കായികക്ഷമതാ പദ്ധതി നടപ്പിലാക്കപ്പെടുക, അതിൻ്റെ സ്കൂളുകളിലെ 5 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വലിയ പഠനം നടത്തുക, പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ റിപ്പോർട്ടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ആ റിപ്പോർട്ടിൻ്റെ കാതലായ വശം 14 ലക്ഷം വരുന്ന കുട്ടികൾ പങ്കെടുത്ത ആ പദ്ധതിയിൽ 14% കുട്ടികൾക്ക് മാത്രമേ ശരാശരി എന്ന് പറഞ്ഞാൽ 35% വരുന്ന കായികക്ഷമത ഉണ്ട് ലഭ്യമായിട്ടുള്ളതാണ്, കായികക്ഷമത ഉള്ളൂ എന്നുള്ളതാണ്. അതിനടുത്ത വർഷം 14 എന്നുള്ള 15%. എന്നാൽ പോലും നമുക്ക് അതിനെ വേണ്ട വിധത്തിൽ ഐഡിയലായിട്ടുള്ള, ഇപ്പം ജപ്പാനോ അല്ലെങ്കിൽ ജർമ്മനിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാനിൽ 34%, ജർമ്മനിയിൽ 41%, യൂറോപ്യൻ രാജ്യങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത് ഏകദേശം 40%-ന് മുകളിലാണ്. കൂടെയാണ് നമ്മൾ 14% നിലനിന്ന് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പ്രാഥമികമായ പ്രശ്നം, അടിസ്ഥാനപരമായി ഒരു കുട്ടിക്ക് ലഭ്യമാവേണ്ട അറിവുകളെ അല്ലെങ്കിൽ അവൻ്റെ ശാരീരിക ശേഷിയെ പൂർണ്ണമായി കൈവരിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ, സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അതിന് 3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക.
ഒന്ന്, നമ്മുടെ സ്കൂളുകൾ, നമ്മളെല്ലാം സ്കൂളിൽ നിന്നാണ് കൾച്ചർ പോലും ചേഞ്ച് ചെയ്യുന്നതെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മളിപ്പോഴും മാറുന്നത്. അതുകൊണ്ടാണ് ഈ കരിക്കുലം റിവിഷനെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകൾ വരുമ്പോൾ നമ്മൾ ആകെ ആകുലപ്പെട്ടു പോകും. അതാണോ അല്ലേ എന്നുള്ള രണ്ടാമത്തെ വിഷയം. പക്ഷേ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു 14% വരുന്ന കുട്ടികൾക്ക് മാത്രമേ നമുക്ക് ശരാശരി ആരോഗ്യ നിലവാരമുള്ളൂ എന്ന് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ അത് മെച്ചപ്പെടുന്നതിന് വേണ്ടി കായിക വിദ്യാഭ്യാസം, അതിൻ്റെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള രൂപത്തിൽ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അത് സിലബസ് ഉണ്ടാക്കുകയും ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, പരീക്ഷ ഉള്ള വിഷയങ്ങൾക്ക് മാത്രമേ സ്കൂളുകളിൽ ഇതിന് വേണ്ട വിധത്തിലുള്ള പരിഗണന ലഭ്യമാകുന്നുള്ളത്. ഒന്ന്, പരീക്ഷ ഇല്ലാതാവുന്നതോടുകൂടി യാതൊരു വിധത്തിലുള്ള ആരെങ്കിലും നോക്കുക, ആരെങ്കിലും പരീക്ഷ ഇടുക, ആരെങ്കിലും പേപ്പർ എഴുതുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോയി. 2008 ആരംഭിച്ച് 2010 നടപ്പാക്കിയ പദ്ധതിയെക്കുറിച്ച് 12 വർഷത്തിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ആലോചിക്കണം. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർഷം, ഇതിൻ്റെ ഒരു വിഷയം. രണ്ടാമത് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ 5000 ഹൈസ്കൂളുകളുള്ള കേരളത്തിൽ 900 കായികാധ്യാപകരാണ് നിലനിൽക്കുന്നത്. ഇതാരാണ് പഠിപ്പിക്കുക? ആരാണ് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക? കുട്ടികളെ ആരാണ് പഠിപ്പിക്കുക? കുട്ടികളോട് ആര് സംസാരിക്കും? കുട്ടിക്കുണ്ടാകുന്ന ഒരു സംശയത്തെ ആര് ദൂരീകരിക്കും? ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് പൊതുവിലൊരു HM പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്നതാണ്? അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഈ ആരോഗ്യം എന്ന് പറയുന്നതിന് ലഭ്യമാകേണ്ട പ്രാധാന്യം ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള കാതലായ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് സെൻ്ററുകളും ഈ പറയുന്ന ആശുപത്രികളും പടച്ചുയർത്തുന്നതിനപ്പുറത്തേക്ക് ശരാശരി ഒരു കുട്ടിക്ക് അവൻ്റെ ശരീര നിലവാരം നിലനിർത്താനാവശ്യമായ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ആരാണ് നമ്മുടെ സ്കൂൾ രംഗത്തുള്ളത്? അവിടെ നിന്നല്ലേ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഫിസിക്കൽ വെൽബീയിങ് ആയാലും ഹെൽത്ത് ആയാലും ഈ സ്വാഭാവികമായ സാധനങ്ങൾ, ഈ ബ്രോഡ് ബേസിംഗ് ഇല്ലാതെ നമ്മൾ സ്പോർട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ കാര്യമില്ല. സാറ് പറഞ്ഞു ജർമ്മനിയിൽ, ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കുന്നതിൽ കൂടുതൽ ആളുകൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അർജന്റീനയിലും ബ്രസീലും ഒക്കെ സ്ഥിതി അതാണ്. അവിടെ ഫുട്ബോൾ കളിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പാട്ട് പാടാൻ അറിയാത്ത, ഡാൻസ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആളുകൾ, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ വയ്യാത്ത ആളുകളെ വളരെ പുച്ഛത്തോടുകൂടി കാണുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. നമുക്കൊരു സ്പോർട്ടിംഗ് കൾച്ചർ എന്ന് പോയിട്ടൊരു ആക്ടിവിറ്റി കൾച്ചർ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെയാണ് നമ്മുടെ നിലനിൽക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും കൂട്ടായ്മകൾക്ക് മാത്രമേ എന്തെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുള്ളൂ. തദ്ദേശീയമായ, പ്രാദേശികമായ ഏറ്റവും ചെറിയ കൂട്ടായ്മകൾക്ക് മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റി പാക്കേജുകൾ, എക്സസൈസുകൾ ഒക്കെ കൊടുത്ത് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് നമ്മുടെ സമൂഹത്തെ, ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് കിൻഡർ മുതൽ LKG, അംഗൻവാടികൾ മുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കണം. ആ ഒരു ബേസിൽ നിന്നിട്ട് മാത്രമേ നമുക്കൊരു സാധനത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മളിതിനെക്കുറിച്ച് വളരെ ഞാൻ ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1996 കേരളത്തിൽ ആദ്യമായി കായികക്ഷമതയെ സംബന്ധിച്ച്, ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് ആദ്യമായ പഠനം നടന്നു. ആ പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കി മലയാളി ശരാശരി കായിക നിലവാരത്തിന് ഏറെ താഴെ നിൽക്കുന്ന ആളുകളാണ്. 1996 സ്കൂൾ കുട്ടികൾ. അപ്പോൾ ഇപ്പോഴത്തെ ആരായിരിക്കും ആലോചിച്ച് നോക്കുക. ഇന്ന് ഏകദേശം 40 വയസ്സിന് മുകളിലായിട്ടുള്ള തലമുറയാണ്. അന്ന് 14, 15 വയസ്സുള്ള കുട്ടികൾക്ക് ആ ഗ്രൂപ്പിന് തൃശ്ശൂർ നടന്നിട്ടുള്ള തൃശ്ശൂർ ജില്ലയിൽ നടത്തുന്ന പഠനത്തിൽ ശരാശരി കായിക നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ലോകം ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് 2000-ലാണ് ലോകം ആലോചിക്കുന്നത് ഇത്തരത്തിൽ വലിയ കുഴപ്പം ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമായി കുറയുന്നു, ആരോഗ്യം കുറയുന്നു, ഇതൊരു വെൽബീയിങ് കൾച്ചർ ഉണ്ടാവേണ്ടതുണ്ട് എന്നൊക്കെ ലോകം ആലോചിക്കുന്നത് 2000-ലാണ്. കേരളം ലോകത്തിന് മുന്നേ നടന്ന് 1996 വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി പഠിക്കുകയും ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള സാധനത്തെക്കുറിച്ചും ആലോചിച്ചു. എന്താ സംഭവിച്ചത്? 96 മുതൽ 2008 വരെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചകളും നടത്തിയിട്ടില്ല. 2008 സമ്പൂർണ്ണ കായികക്ഷമത പദ്ധതി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് പ്രോഗ്രാം നടത്തി അതിൻ്റെ റെമഡിയായി കൊണ്ടുവന്നൊരു സാധനം സ്കൂളുകളിൽ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഫലപ്രദമായി നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും നമുക്കിപ്പോൾ യാതൊരു ധാരണയില്ല. നമ്മൾ 22-ലും ഇത്തരത്തിലുള്ള ടെസ്റ്റുകളെ കുറിച്ച് ആലോചിക്കാതെ ക്രിയാത്മകമായ വളരെ എഫക്റ്റീവായിട്ടുള്ള ഇടപെടലുകളെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. അത് വേറൊരാളെയും കാത്തിരിക്കേണ്ടതില്ല. എല്ലാ പ്രാദേശികമായ കൂട്ടായ്മകൾക്കും തദ്ദേശീയമായ കൂട്ടായ്മകൾക്കും
ഈ ഇടപെടലുകൾ സാധ്യമാക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു തനതായ കായിക സംസ്കാരം ഉണ്ട്. ഫുട്ബോളിനെ കുറിച്ച് വളരെ വിശാലമായി പറഞ്ഞു. ഫുട്ബോളിനെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ തമാശ തോന്നിയത് ഉറുഗ്വേയും അർജന്റീനയും ഒക്കെ സ്പാനിഷ് ബ്രിട്ടീഷ് കോളനികൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഫുട്ബോൾ വളർത്തിയത്. ഇവിടെ നമ്മളും ബ്രിട്ടീഷിൻ്റെ കോളനിയായിരുന്നു. നമുക്ക് ഇവിടെ ഫുട്ബോൾ വളർന്നില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മളതിന് പകരം വളർത്തിയത് ശരാശരി കായിക ശേഷി കുറവ് പ്രകടിപ്പിക്കേണ്ട കുറച്ച് കഷ്ടപ്പെട്ടാന്നുള്ള ക്രിക്കറ്റിനെ തന്നെ നമ്മൾ ചൂസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഒരു പൊതു കാഴ്ചപ്പാട്. നമ്മൾ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും ഫ്ലാഗ് വെച്ച് നടക്കുന്ന ആളുകൾ എത്ര ആൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടെന്നുള്ളത് ആലോചിക്കണം. മുഴുവൻ ആളുകളും കളിക്കളത്തിന് പുറത്തും ഈ കൺസ്യൂമറിസത്തിൻ്റെ ഒരു വലിയ കടന്നൊരു നമ്മുടെ ഉള്ളിലുമുണ്ട്. നമ്മളതിനെ കാണുകയാണ് ചെയ്തത്. നമുക്കൊരു സ്പോർട്ടിംഗ് കൾച്ചർ ഇല്ല എന്നുള്ളത് നമ്മൾ പൂർണ്ണമായി അംഗീകരിച്ചേ മതിയാവും. 2000 വേൾഡ് കപ്പ് തീരുമാനിച്ചപ്പോൾ ജർമ്മനിയിൽ 2000 തൊഴിൽ തർക്കങ്ങളാണ് തീർന്നത്. 2000 തൊഴിൽ തർക്കങ്ങളാണ് ജർമ്മനിയിൽ ഒരു വേൾഡ് കപ്പ് അനൗൺസ് ചെയ്തപ്പോൾ അവസാനിച്ചത്. ഘാനയും മറ്റേ ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിച്ചു. അതാണ് സ്പോർട്ടിംഗ് കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. വൈകുന്നേരം കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ കൊടി വീശുന്നുണ്ട്, വലിയ ഫ്ലെക്സുകൾ കിട്ടുന്നുണ്ട്, പുഴയുടെ നടുക്കോ കടലിൻ്റെ നടുക്കോ ഒക്കെ നമ്മൾ ഫ്ലെക്സ് കിട്ടും. പക്ഷേ നമുക്ക് ആത്യന്തികമായി ഈ കൾച്ചർ ഇല്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. ഇത് ഉണ്ടാവേണ്ടത് അടിസ്ഥാനപരമായ കളിക്കാനുള്ള ശേഷി മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന വിധത്തിൽ ഫിസിക്കൽ ലിറ്ററസി ഡെവലപ്പ് ചെയ്ത് അതിലൂടെ ഹെൽത്ത് ഉണ്ടായി ആ ഹെൽത്തിൻ്റെ ബേസിൽ പിരമിഡ് സിസ്റ്റത്തിലൂടെ സ്പോർട്സിൻ്റെ കൾച്ചർ വളർത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അത് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത് ഗ്രാമാന്തരീക്ഷങ്ങളിൽ നിന്നാണ്, വായനശാലകളിൽ നിന്നാണ്. വായനശാലകൾ ഇപ്പം തന്നെ എനിക്കൊന്ന് പോലീസിലേക്ക് റിക്രൂട്ട്മെൻറ്റിലൊക്കെ വളരെ ക്രിയാത്മകമായി ഇടപെടുന്ന കുറേയധികം വായനശാലകൾ കേരളത്തിലുണ്ട്. BP ടെസ്റ്റ് ചെയ്യുന്ന, ഷുഗർ ടെസ്റ്റുകൾ നടത്തുന്ന, ഈ കളിസ്ഥലങ്ങളുള്ള വായനശാലകളൊക്കെ കേരളത്തിൽ ഒട്ടനവധിയും കണ്ണൂരും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രാദേശിക കൂട്ടായ്മകൾ കൂടുതൽ ഉണ്ടാവുകയും അതോടുകൂടി കേരളത്തിലെ മൊത്തത്തിലുള്ള ഈ ആരോഗ്യ പ്രശ്നം ചെറിയ പ്രശ്നമായിട്ട് ഞാൻ കാണരുത്. ദയവ് ചെയ്ത് ഇത് വലിയ വിഷയമാണ്. ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറയുടെ ഉൽപ്പാദനശേഷി വളരെ ഗണ്യമായി താഴോട്ട് വരികയും അതിനനുസരിച്ച് നമ്മൾ വൈജ്ഞാനിക സമൂഹം എന്നുള്ള കൺസെപ്റ്റിനെ അത് വളരെ സ്ട്രോങ് ആയി ഹിറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള സംഗതി. അത് മനസ്സിലാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.